നമ്മളെ ബോഡിന്ന് എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കാന്ന് വെച്ചാൽ ആദ്യം നമുക്ക് എടുക്കേണ്ട ഭാഗം ഏതാന്ന് വെച്ചാൽ നമ്മുടെ ഷോൾഡറിന്റെ ലെങ്ത് ആണ്. അപ്പൊ നമുക്കിതാ ഇവിടുന്ന് തൊട്ട് നമ്മളിതാ ഇവിടെ വരെ ഞാൻ ഷോൾഡറിന്റെ ലെങ്ത് എടുത്തിട്ടുണ്ട്. ഇതിനെ ഞാൻ രണ്ടാക്കിയിട്ടാണ് ഷോൾഡർ ലെങ്ത് നമുക്ക് എടുത്തിട്ട് രണ്ടാക്കിയിട്ട് ഡിവൈഡ് ബൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ക്ലോത്തിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചെസ്റ്റിന്റെ അളവാണ്. ചെസ്റ്റിന്റെ അളവ് ഞാനൊരു 31 എടുക്കുന്നുണ്ട്. 31നെ നമ്മൾ 4ആയിട്ട് വേണം ഡിവൈഡഡ് ബൈ ചെയ്യാൻ കേട്ടോ. 31നെ 4ആയിട്ട് വേണം നമ്മൾ ഡിവൈഡഡ് ബൈ ചെയ്യാൻ. 31നെ 4ആയിട്ട് ഞാൻ ഡിവൈഡ് ബൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിന്റെ റൗണ്ട് ആണ് വേണ്ടത്. ഇതാ ഞാൻ വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ടിൽ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ബൈ ചെയ്യണം. വേസ്റ്റ് റൗണ്ടിനെ ഞാൻ 4ആയിട്ട് ഡിവൈഡ് ബൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളിന്റെ ലെങ്ത് ആണ് വേണ്ടത്. ആം ഹോളിന്റെ ലെങ്ത് എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ ഇങ്ങനെ വെക്കണം. അത് നമുക്ക് ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാ നോക്കാം. ആം ഹോൾ എനിക്കൊരു 17 ആണ് കിട്ടിയത്. അപ്പൊ 17 നമുക്ക് രണ്ടാക്കിയിട്ട് ഡിവൈഡ് ബൈ ചെയ്യാം. രണ്ടാക്കിയിട്ട് ഡിവൈഡ് ബൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ്. ഇനി നമുക്ക് നെക്കിന്റെ വിടുത്താണ് വേണ്ടത്. നെക്കിന്റെ വിടുത്തിന് ഞാൻ ആദ്യം ഷോൾഡറിന്റെ ലെങ്ത് എത്രയാണ് എടുത്തതെന്ന് പറഞ്ഞിട്ടില്ലേ. ഈ ഷോൾഡറിന്റെ ലെങ്ത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ബൈ ചെയ്തല്ലോ. ആ രണ്ടായിട്ട് ഡിവൈഡ് ബൈ ചെയ്യുന്നതിന് ഒന്നും കൂടി നമ്മളൊന്ന് ആക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഡിവൈഡ് ബൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സംഖ്യ കിട്ടും, 3.5. ഈ 3.5 ഞാൻ എപ്പോഴും നെക്കിന്റെ വിടുത്ത് കൊടുക്കാറുള്ളത് കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് എത്രയാണോ നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് വേണ്ടത് അതും കൊടുക്കുക. അതേപോലെ തന്നെ കൈവണ്ണം നമുക്ക് എത്രയാണോ വേണ്ടത് അതും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് എത്ര ലെങ്ത് വേണം നെക്കിന്, അതേപോലെ തന്നെ ബാക്കിലേക്ക് നമുക്ക് എത്ര വേണം നെക്കിന് എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കൊടുക്കാവുന്നുള്ളൂ കേട്ടോ. അതാ നമുക്ക് മെഷർമെന്റ് അടയാളപ്പെടുത്തേണ്ട ക്ലോത്ത് ഇതാണ്. അതിന് മേലേക്ക് നമ്മളിതാ ഈ ഒരു ടോപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ടോപ്പിന്റെ സ്ലീവ് ഇല്ലേ അത് ഈ ഡ്രസ്സിന്റെ ഉള്ളിലേക്ക് ആക്കി വെക്കാം. അപ്പൊ അതാ ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് ഉള്ളിലേക്ക് ആക്കി വെക്കാം കേട്ടോ. ഇങ്ങനെ ആക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്കില്ല ഷോൾഡറിന്റെ ലെങ്ത് ഇതാണ് ഷോൾഡറിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അതാ ഷോൾഡറിന്റെ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ നമ്മുടെ നെക്കിന്റെ വിടുത്താണ്. നെക്കിന് നമുക്ക് എത്രത്തോളം വിടുത്ത് വേണം നോക്കാം. അപ്പൊ അതൊന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം കണ്ടോ, ഇത് നമ്മളെ ആം ഹോളിന്റെ ലെങ്ത് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആം ഹോളിന്റെ ഭാഗം ഒന്ന് ഈ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, ആം ഹോളിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഷേപ്പ് ഭാഗം ഉണ്ടല്ലോ, ഇതിന്റെ ചെസ്റ്റും ഇനി നമുക്ക് ഇതിന്റെ ചെസ്റ്റിന്റെ ഭാഗവും വേസ്റ്റിന്റെ ഭാഗവും ഒക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ തയ്യൽ തുമ്പ് അടക്കാട്ടത് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഡ്രസ്സിന്റെ നെക്കിന്റെ ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്കൊന്ന് ഷേപ്പിൽ വരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണ്ടത് ഏത് നെക്കാണെങ്കിലും അതുപോലെ വരച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ഇതെന്നുള്ളതാണ് വരച്ചു കൊടുക്കുന്നത്. ഇപ്പൊ അതാ നമുക്ക് ഒരു ടോപ്പുമ്പോൾ നമ്മൾ മെഷർമെന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അതാ ഒരു ടോപ്പുമ്പോൾ നമ്മൾ മെഷർമെന്റ് എടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ടോപ്പുമ്പോൾ മെഷർമെന്റ് എടുക്കുക.